ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. നമുക്ക് ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് സ്റ്റോറിക്ക് പോവാം എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ സ്റ്റോറി കഥക്ക് പോവാം. അതെ, ഒരു 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 ഹോസ്പിറ്റൽ. അതെ, ഒരു ഹോസ്പിറ്റൽ. ഒരു അമ്മ ഇങ്ങനെ പ്രസവത്തിൽ ഭയങ്കര കരയാണ്. പ്രസവത്തിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പ്രസവത്തിൽ കരയുമ്പോൾ പ്രസവത്തിൽ കരഞ്ഞായിരുന്നു. കരഞ്ഞിട്ടാകുമ്പോൾ അവർക്കൊരു ഗേൾ ബേബി ജനിച്ചായിരുന്നു. അങ്ങനെ ആ ഗേൾ ബേബി നോക്കി അവിടേക്ക് മാങ്ങി വീണു. അപ്പോൾ ആണ് ഒരു അബ്ദിത്രം നടന്നത്. അത് ഒരു അതിസം നടന്നതായിരുന്നു. അതുകൊണ്ട് ഹീറോയിന് ബേബി ജനിച്ചായിരുന്നു. അങ്ങനെ വീട്ടിലൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ആണ് ഒരു വൈറ്റ് കളറുള്ള ഹൈറ്റ് കളറുള്ള ഒരു വന്നു. വീട്ടിലൊക്കെ വന്നായിരുന്നു. അവർക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു. അതെ, ആ കുട്ടീനടുത്ത് വന്ന് എൻ്റെ ശബ്ദം ഉണ്ടാക്കുക. അവരെല്ലാം പേടിക്കാൻ തുടങ്ങി, പിടിക്കുക, അത് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. അവർക്കെല്ലാവരും ഷോക്കായിരുന്നു. അതെ, അത് ഹീറോയായിരുന്നു. ഹീറോ അവിടെ മയങ്ങി വീണ് കുഞ്ഞായിരുന്നു. അപ്പോൾ അത് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. എല്ലാവരും കേട്ടോളോ, ഞാനൊന്നും ചെയ്യില്ല, നിങ്ങൾ പേടിക്കുക വേണ്ട, ഇതെൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ ഒരു മാജിക്കലൊരു മുട്ട വരുത്തിയായിരുന്നു. ഈ കുഞ്ഞിനെ നോക്കിക്കോളോ, അത് മാത്രമല്ല ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് നിറയെ ആപത്ത് വരുവാനുണ്ട്. ആപത്ത് വരാൻ വേണ്ടിയിട്ട് നിറയെ ആപത്ത് വരും. അതിനു മുമ്പ് നിങ്ങൾ സൂക്ഷിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഒരു പ്ലേസിലേക്ക് പോവാ എന്ന് പറഞ്ഞു. നിങ്ങൾ ആ പ്ലേസിനെ മേങ്ങിക്കോ എന്ന് അത് പറഞ്ഞു. അത് കേട്ട് ഹീറോയിൻ മമ്മി ഒരു മമ്മിക്ക് ഭയങ്കര നമ്പിക്കോ, ഡാഡിക്ക് മമ്മിക്ക് അത് വന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊരു നമ്പിക്ക വന്നു. അതിനൊരു ബീച്ച് സൈഡ് ഒരു ഐലാൻഡിൽ ഒരു വീട് കെട്ടി. അതുമാത്രമല്ല, ഇവൾക്ക് നിറയെ പവറുണ്ട്. ഈ പവർ കാര്യം അറിഞ്ഞ് ആപത്ത് വരും. അതുമാത്രമല്ല, ഈ കുട്ടി ഇതെൻ്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞ് ഇവളെ കൂടെ ഉണ്ടാവണം. അതുമാത്രമല്ല, നിങ്ങളെല്ലാം സൂക്ഷിക്കണം. സത്യമുള്ള കാര്യം അറിഞ്ഞാൽ എല്ലാവരും വന്ന് കുട്ടീനെ കൊല്ലും. ഇതുകൊണ്ട് എൻ്റെ മകനും ഇവൾ കൂടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിരുന്നു. അവർ സമ്മതിച്ചായിരുന്നു. അതെ, ഐലാൻഡിൽ ഇവൾക്ക് ഇത്ര ഏജ് അവിടെ തൊളിക്കണം. ഇപ്പോൾ ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, പവർ ഓവറായിട്ടേക്കും. അതുമാത്രമല്ല, 18 വയസ്സായാൽ മാത്രം അവൾ അവിടെ ഐലാൻഡിനെ കൊണ്ടുപോവാ എന്ന് ഹീറോയിൻ്റെ ഡാഡി മമ്മീനോട് പറയായിരുന്നു. അത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനായിട്ട് അതും അവരുടെ കൂടെ ആ കുട്ടീൻ്റെ അടുത്തുണ്ട്. ഐലാൻഡിലേക്ക് വന്നാൽ പിന്നെ ഇപ്പോൾ കുട്ടി ആ ഐലാൻഡിൽ വളരാൻ തുടങ്ങിയായിരുന്നു. നമ്മളെ ഹീറോയിൻ ഇപ്പോൾ അത് സംസാരിക്കായിരുന്നു. അത് മമ്മി മാതിരി, അത് ഹീറോയ്ക്ക് മമ്മി മാതിരി. മമ്മി എന്താ അമ്മി എന്ന് പറയായിരുന്നു. മോളെ, ഫുഡ് കഴിക്കുന്നത് സൂക്ഷിക്കണം, നീ തണ്ണിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല എന്ന് ഹീറോയിനക്ക് പറയായിരുന്നു. അയക്ക് ഹ്യൂമൻ ആവാൻ പറ്റൂ. അതെ, അയക്ക് ഹ്യൂമൻ ആവാൻ പറ്റൂ എന്ന് ഹീറോയിൻ്റെ ഒറിജിനൽ മമ്മി ഡാഡി വന്ന് നോക്കിയിട്ട് പോകും. അത് മാത്രം അത് കുഞ്ഞ് ജനിച്ചായിരുന്നു. അത് കുട്ടിയായിരുന്നു. അതിൻ്റെ പേര് അർജുനത്ത്. അത് ഹീറോയിൻ കൂടി ഒട്ടിക്കൊണ്ടിരിക്കും. അതെ, ഹീറോയിന് ചേച്ചി മാറി നന്നായിട്ട് നോക്കുമായിരുന്നു. ചേച്ചി എന്ന് പറയുന്നത് ഇപ്പോൾ വളർന്നു വലുതായി. ഇപ്പോൾ 18 വയസ്സായി. അതെ, 18 വയസ്സാവിന് അവിടുന്ന് വരണം. അങ്ങനെ 2 പേരും 18 വയസ്സാവിന് ഇപ്പം പവർ നേരെ കൺട്രോൾ ചെയ്യാൻ കാട്ടും. ഇവിടെ അമ്മ പറയായിരുന്നു. അതെ, ആ അമ്മ, അതെ, ഹീറോയിനെ പോറ്റി അമ്മ, ഞാനൊന്ന് പേര് പറയില്ല, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അതെ, അമ്മ പറയായിരുന്നു, മോളെ ശ്രദ്ധിക്കണോ, ഇങ്ങനെ ശത്രു വന്ന അത് ഇത്ര എന്ന് പറയുന്നത് എൻ്റെ മകനെ നോക്കിക്കോളെ പറഞ്ഞായിരുന്നു. ശരി അമ്മ എന്ന് പറയായിരുന്നു. ശരി അമ്മ, ഇങ്ങനെ ഒരു ഐലാൻഡ് വന്ന് പോകണം, മനസ്സിലായോ? ശരി അമ്മ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് വന്നായിരുന്നു. ഹീറോ കോളേജ് ജോയിൻ ചെയ്തു. സ്കൂളല്ല അവിടെ, അതെ, സ്കൂളിലേക്കല്ല ഹീറോയി പോവും. അതെ, ഓൺലൈൻ ക്ലാസ് അല്ല, ഹീറോയി പോയോണ്ട് വന്നിരിക്കും. ഐലാൻഡിൽ കുറച്ച് അപ്പുറേ സ്കൂളാണ്. ഹീറോയിനെ രാവിലെ കൊണ്ടുവന്നിട്ട് ആക്കും. അവിടെയുള്ള ആനിമൽസ് എല്ലാം അവിടെയുള്ള ആനിമൽസ് ഭയങ്കര ഫ്രണ്ട്സ്മാർ. നിറയെ ആനിമൽസ് ഈ ഹീറോയോട് സംസാരിക്കും. അതുമാത്രമല്ല, കഴുകും സംസാരിക്കും. അത് ഹ്യൂമനും പറ്റൂ. അവിടെയുള്ള ആനിമൽസ് എല്ലാം ഫാമിലി ഫ്രണ്ട്സ്മാർ. ഇപ്പോൾ ഒരു വൈറ്റ് സ്നേക്കിന് ഒരു കഴുക് വന്ന് വിളിക്കായിരുന്നു അമ്മാനെ. എന്ന് വിളിക്കായിരുന്നു. അതൊരു ഗേളായിരുന്നു. എന്താടി ഈ പ്രശ്നമോ? ഇല്ലടി, മകള് പോയടി, എന്താ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്നത്. എനിക്ക് വിഷമില്ലേ? എന്താ ചെയ്യാ, വിഷമമൊന്നുണ്ടോ? അത് കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ സംസാരിക്കും. മകൻ എങ്ങനെ ഉണ്ടോ? അവൻ സുഖം തന്നെ എന്ന് പറഞ്ഞ് അവിടെ ഒരു ഗേൾ വന്നായിരുന്നു. എന്താ, ഇതാരാ? എൻ്റെ പേര് റോസ്. ഓ, റോസ്, നീ പോകുന്നില്ലേ സ്കൂൾക്ക്? അതെ, കോളേജിൽ എന്ന് പറയാം. എൻ്റെ ഫ്രണ്ട് നിലയ്ക്ക് പോയി, ഡാച്ചി, അവളെ നിലയ്ക്ക് പോയി എന്ന് ഭയങ്കര കതറ തുടങ്ങിയായിരുന്നു. ഈ അമ്മക്ക് തല കയ്യച്ചു. നീ നേരെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കൺട്രോൾ ചെയ്യുന്നു മമ്മിയെ, പ്ലീസ് എന്നെ കൊണ്ടാക്ക്, ചെറിയ ടെൻഷൻ ആക്കണ്ട എന്ന് പറഞ്ഞു. മമ്മി ഇതിൽ പാസ്സാവും, ഫസ്റ്റ് ഇന്ന് കൊണ്ടിട്ടാക്കാം എന്ന് പറയായിരുന്നു. അതിനായിട്ട് അതിൽ പാസ്സായി. അതുകൊണ്ട് ഹീറോയുടെ ഫ്രണ്ട് ഓടി വന്നു. മച്ചേത് കതറി കെട്ടി പിടിക്കാൻ. ഇത് അർജുൻ റിയാക്ഷൻ കാട്ടായിരുന്നു.
അതുകൊണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് റോസ് പറയുന്നു മച്ചി ഈ ചേട്ടനിക്ക് ലൂസ് എന്ന് പറയുന്നത് കാലങ്ങളിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. എന്തടി പറ്റി നടന്ന കാര്യം ഹീറോ ചിരിക്കുകയായിരുന്നു. അതിൽ ഹീറോ മാത്രം ഹ്യൂമനാണ്, ബാക്കി ഒരു ആനിമൽസ് ഒന്നും അതായിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തിലുണ്ടായിരുന്നു. ഹീറോയി ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോയി ഫ്രണ്ട്സ് കൂടെ. അതെ ഹീറോയ്ക്ക് ഒരു പവറുണ്ട്. ആനിമൽസ് എന്ത് ആനിമൽസ് അതിന് ഹീറോയ്ക്ക് ഒരു പവർ വെച്ച് ഹീറോയ്ക്ക് ഒരു മാജിക് പവർ ആനിമൽസ് ഹ്യൂമനാക്കാം ഫുൾ ഹ്യൂമനാക്കാൻ ഒരു പവർ ഹീറോയ്ക്ക് പവറുണ്ട്. അതിൽ ഹീറോയ്ക്ക് ആ പവർ ഹീറോയി പറഞ്ഞാൽ മതി. അതുകൊണ്ട് അവർക്ക് വേറെ അവർ പറഞ്ഞാൽ അത് നന്നാവില്ല, ഹീറോയി പറഞ്ഞാൽ മാത്രമേ അത് നടക്കൂ. അവരുടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഹ്യൂമനായിട്ട് ജീവിക്കണോ, ഇവിടെ പോയിരുന്നു കഷ്ടമോ എന്നെ അമ്മ ഹീറോയിനെ പോയിട്ട് അമ്മ ഭയങ്കര സാഡായിരുന്നു. ഹീറോയി കോളേജിൽ വന്നായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. ഹീറോയി പറയുന്നു ശരി എൻജോയ് ചെയ്യാം. അങ്ങനെയായിട്ട് കോളേജ് ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ ഹീറോയിനൊക്കെ ഒരു ന്യൂസ് വന്നായിരുന്നു. അതിലൊരു ഗേൾ ഉണ്ടായിരുന്നു ഭയങ്കര ഓവർ ചെയ്യുക. ആ പെണ്ണ് മനസ്സിൽ ഇരിക്കായിരുന്നു. ആ പെണ്ണ് ഹീറോയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിറയെ ബോയ്സുകൾ ഹീറോയെ മേലെ അട്രാക്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിട്ട് പ്രപ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. ഹീറോയെ കണ്ടിക്കാതെ പോയായിരുന്നു. അതിലൊരു ഗേൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ പെണ്ണൊരു സീനിയറായിരുന്നു. ഹീറോയി ഫസ്റ്റ് ഇയറാണ്, ആ സീനിയറായിരുന്നു. തേർഡ് ഇയറാണ് പഠിക്കുന്നത്. ആ പെണ്ണിക്ക് ഭയങ്കര ജലസാവ് തുടങ്ങി. എല്ലാ ബോയ്സും അവളെ പുറകെ നിൽക്കും. ഞാനാണ് കോളേജ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ പെണ്ണിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഹീറോയിനൊക്കെ ഒരു പ്ലാൻ ചെയ്ത് അർജുനക്ക് ഒരു ദിവസം വന്ന് എന്താടി നീ ഇവളെ പേടിപ്പിക്കോ നിനക്ക് വെച്ചിട്ടുണ്ടടി ആപ്പെന്ന്. ആ പെണ്ണ നന്നായിട്ട് ഉറങ്ങുന്നു. അങ്ങനെ രാത്രി വന്ന് അവൾക്ക് ഡ്രീം വന്ന് പേടിപ്പിക്കാൻ തുടങ്ങി എന്നെ അർജുൻ. അത് പേടിപ്പിക്കായിരുന്നു. നിറയെ മാജിക് അവളെ പേടിപ്പിക്കാമായിരുന്നു. അവൾക്ക് പേടിച്ച് വർക്കില്ലായിരുന്നു. അത് ഫ്രണ്ട്സെല്ലാം കേൾക്കായിരുന്നു. എന്ത് പറ്റിയടി എന്ത് പറ്റി മേഘന എന്ന് കേൾക്കായിരുന്നു. മേഘന പറയായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് പറയില്ലടി നൈറ്റ് ഭയങ്കര ഡ്രീം അടി. ഇത് അർജുന ചിരിക്കായിരുന്നു വെള്ളത്തിന്. ഹീറോയ്ക്ക് മനസ്സിലാവും വെള്ളത്തിൽ കാരണം ചെയ്യാ അതെ 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 ഞാനാ ചെയ്തത് എന്ന് അർജുൻ ചിരിക്കായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് റോസ് കേൾക്കായിരുന്നു. എടേ പാവി നീയാ ചെയ്തത്. അതെ അതെ എല്ലാം ഒരു ഗോൾ വന്നിട്ട് വരാൻ തുടങ്ങി. ഫേമസ് ഉള്ള ബോയ്സ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ബോയ്സ് ആരടി എന്ന് പറയായിരുന്നു. ഇല്ലേടി അവരെല്ലാം ഫോറിൻ ബോയ്സാണ്, കാണാനുള്ള സുന്ദരനാ, അവർ ഭയങ്കര സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ആക്ടറാണ് പറയായിരുന്നു. അതെ നമ്മൾ ഹീറോമാരെ എൻട്രി അവർ സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങി. ഹീറോയിൻ നോക്കിയായിരുന്നു.